ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, സമുദായ സംഘടനകളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാത്ത, അവരുടെ ഇംഗിതങ്ങൾക്ക് നിന്നുകൊടുക്കാത്ത, അവരുടെ താല്പര്യങ്ങൾക്ക് അതിനെ അതിരുകടന്ന് മാനിക്കാത്ത ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ അസ്തിത്വത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ എന്ന് പരസ്യമായ നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാകുന്നത്. പക്ഷേ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ വി ഡി സതീശൻ എന്നാണ്. പല സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങൾ താങ്കൾ കണ്ടു കാണും. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ വരെ ഘടകകക്ഷി എന്ന നിലയിൽ ലീഗ് കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. ലീഗിൻ്റെ കൂടി സമ്മർദ്ദ ഫലമായിട്ടാണ് ഈ വി ഡി സതീശന് മറ്റു രണ്ടുപേരെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി പദം കിട്ടിയതെന്നും അത് NSS പോലെയുള്ള സംഘടനകൾ ഈ ലീഗിൻ്റെ അമിതമായ ഇടപെടലുകൾ ഉണ്ടാക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു ചർച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. എങ്ങനെയാണ് ലീഗ് ഇതിനെ കാണുന്നത്? സതീശൻ ശൈലി ഇത്തരം വിഷയങ്ങളെ എങ്ങനെ സമീപിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിനോടകം അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു. മുസ്ലിം ലീഗിനെതിരെ ഈ നടത്തുന്ന ആക്രമണങ്ങൾ കേരളത്തിൽ വിദ്വേഷ വിഭജനം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ സംഭവങ്ങളെ കാണുന്നത്? കോപേഷൻ, ഒന്ന്, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഈ വളർച്ചയിലൊക്കെ ഇവിടുത്തെ മത സാമുദായിക സംഘടനകളൊക്കെ അവരുടേതായ വലിയ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. ആ സംഘടനകളുടെ ഒന്നും പങ്കിനെ കുറച്ചുകൊണ്ട് കേരളത്തിന് നവോത്ഥാന ചരിത്രം പറയാനാകില്ല. അതുകൊണ്ട് ഇവിടുത്തെ മതസംഘടനകളോ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളോ ഒക്കെ വലിയ അപകടകാരികളാണ് എന്നൊരു അഭിപ്രായമൊന്നുമുള്ളവരല്ല മുസ്ലിം ലീഗുകാർ. ഞങ്ങളെല്ലാ കാലത്തും അവരെയൊക്കെ നേരിൻ്റെ ദിശയിലൂടെ അവരുടെ മാർഗങ്ങൾ തേടി മുന്നോട്ട് പോവുകയവരാണ്. അതേസമയത്ത് കേരളത്തെ പോലുള്ളൊരു കൊച്ചു സംസ്ഥാനം വർഗീയവൽക്കരിക്കപ്പെടരുത് എന്നുള്ള കാര്യത്തിൽ വളരെയേറെ സൂക്ഷ്മത എല്ലാ കാലത്തും കൈകൊണ്ട പ്രസ്ഥാനവുമാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾ പലപ്പോഴും അധികാരം പോലും നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടും തീവ്രവാദത്തിനും വർഗീയതയ്ക്കുമെതിരെയൊക്കെ വലിയ നിലപാടെടുത്ത അഭിമാനകരമായ പാരമ്പര്യം ഈ കേരളത്തിലുണ്ട്. എന്നും ലീഗ് അത് ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെയും സവിശേഷത എന്നത് അത്തരത്തിലുള്ള ഒന്നായിരുന്നു. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത്, ഒന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുമുന്നണി സർക്കാരിൻ്റെ ഭരണപരമായ അവരുടെ പരാജയത്തിനെതിരായുള്ള വിധിയെഴുത്ത്. അതോടൊപ്പം തന്നെ കേരളത്തെപ്പോലുള്ളൊരു സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർത്തവർക്കെതിരെയുള്ള വിധിയെഴുത്ത്. മറ്റൊന്ന്, കേരളത്തിനൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത ചില വർഗീയതയുടെ അതിപ്രസരം ചില ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അവയെ പ്രതിരോധിക്കുന്നതിന് പകരം അവരെ തലോടുന്ന നിലപാട് ഭരിക്കുന്ന ഭരണകൂടത്തിൽ നിന്നുണ്ടായപ്പോൾ അതിനോടുള്ള വിയോജിപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രം ഉരുത്തിരിഞ്ഞു വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.